ഡെയിലി കറണ്ട് അഫയേഴ്സ്. വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ നിയമഭേദഗതി ആലോചിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. നാസയുടെ ഏത് ചന്ദ്രദൗത്യത്തിൻ്റെ വിക്ഷേപണമാണ് 2025 മാർച്ചിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്? ആർട്ടമിസ് 2. പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഇൻഡിവുഡ് ഭാഷാകേസരി പുരസ്കാരം ലഭിച്ചത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? സമഗ്ര സംഭാവനയ്ക്ക്. അടുത്തിടെ ശ്രീനാരായണ ഗുരുദേവ സ്മരണയിൽ ലോകമത പാർലമെന്റ് സമ്മേളനം നടന്ന വിദേശ നഗരം മോസ്കോ, റഷ്യ. അയോധ്യയിൽ ഒരുങ്ങുന്ന രാമായണം വാക്സ് മ്യൂസിയം രൂപകൽപ്പന ചെയ്ത മലയാളി ശില്പി സുനിൽ കണ്ടല്ലൂർ. ലോകത്തെമ്പാടും സുരക്ഷിതവും വിശ്വസനീയവുമായ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കുന്നതിനായി 88 രാജ്യങ്ങൾ ചേർന്ന് ന്യൂഡൽഹിയിൽ വെച്ച് ഒപ്പുവെച്ച പ്രമേയം ഡൽഹി പ്രമേയം. കേരളത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം ഡിജിറ്റൽ റവന്യൂ കാർഡ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളിൽ ഒരാളായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വിശേഷിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള 10 മാസം പ്രായമുള്ള കുട്ടി ആലിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മൻ കി ബാത്ത് പ്രസംഗത്തിൽ പരാമർശിച്ച 570-ലധികം നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന തൃശ്ശൂരിലെ ഗ്രാമം പെരിങ്ങോട്ടുകര. രാഷ്ട്രപതി ഭവന് മുന്നിൽ ബ്രിട്ടീഷ് ആർക്കിടെക്ട് എഡ്വിൻ ലൂട്ടിയൻസിൻ്റെ പ്രതിമയ്ക്ക് പകരം ആരുടെ പ്രതിമയാണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? സി രാജഗോപാലാചാരി. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? ഭാരത് മണ്ഡപം, ന്യൂഡൽഹി.